ശ്രീ ഇ അഫ്സൽ, ഇവിടെ ഇപ്പോൾ ആദ്യം അൻവർ ഇന്നത്തെ ദിവസം പറഞ്ഞു നിർത്തിയത് മത്സരിക്കാനില്ല, UDF-ലേക്കില്ല എന്ന് പ്രഖ്യാപിത നിലപാട് പറഞ്ഞതിന് ശേഷം മത്സരിക്കാനില്ല എന്ന കാര്യം കൂടി അദ്ദേഹം ഉറച്ചു പറയുകയായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നിലപാട് മാറ്റുന്ന സാഹചര്യവുമുണ്ട്. അൻവർ മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്ന പ്രതീക്ഷ LDF-നെ സംബന്ധിച്ച് ഉണ്ട് എന്ന് ആണ് പൊതുവെ കരുതപ്പെടുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതുകൂടി M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ ഇങ്ങനെ നിലപാടുകൾ മാറ്റുന്നത് നിങ്ങളെയും കൺഫ്യൂഷനിലാക്കുന്നുണ്ടോ? നിങ്ങൾക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണോ? മറ്റു ചില നീക്കുപോക്കുകൾ അൻവർ മണ്ഡലത്തിൽ ഇടതുപക്ഷവുമായും നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളുമുണ്ട്. പ്രിയപ്പെട്ട രേണുക, ഇവിടെ നിന്നാണ് ഇടതുപക്ഷവുമായി അൻവർ ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തുന്ന വിവരം നിങ്ങൾ ലഭിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ CPI-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്തായാലും ഞാൻ ഇരിക്കുന്ന ജില്ലാ കമ്മിറ്റിയുമായോ അതിന് താഴെയുള്ള ഏരിയ കമ്മിറ്റിയുമായോ അതിന് മുകളിലുള്ള സംസ്ഥാന കമ്മിറ്റിയുമായോ ശ്രീ PV അൻവർ ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടാലും ഈ PV അൻവർ ഒരു യുവ തുർക്കി ചമഞ്ഞ് ഈ കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് പറ്റി ഇല്ലാ കഥ പറഞ്ഞ് സർക്കാരിനെ പറ്റി നുണ പ്രചരിപ്പിച്ച് പോയ സമയത്ത് അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സംശയത്തിന് ഇടവരുത്താത്ത രീതിയിൽ PV അൻവറിന് ഇനി ഇടതുപക്ഷവുമായി LDF-മായി വിശിഷ്ട CPI-യുമായി ഒരു ബന്ധവുമില്ല, PV അൻവറുമായി ഇനി ഒരു ബന്ധത്തിനും CPI-യും ഇല്ല എന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചതാണ്. ആ നിലപാടിലൊരു മാറ്റവും CPM-ഓ ഇടതുപക്ഷമോ വരുത്തിയിട്ടില്ല, വരുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടെ ശരിക്ക് കേരള ജനതയോട് മാപ്പ് പറയാൻ UDF ബാധ്യസ്ഥരാണ്. കാരണം PV അൻവർ എന്ന് പറയുന്ന ഒരാൾ വ്യക്തി താല്പര്യത്തിന് പുറത്ത്, തുടക്കത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യം വ്യക്തി താല്പര്യമാണതെല്ലാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ പാർട്ടി ലീഡർഷിപ്പ് ആദ്യം പറഞ്ഞതാണ് വ്യക്തി താല്പര്യമാണത്. ചില താല്പര്യങ്ങളാണ്. ചില താല്പര്യങ്ങളുടെ പുറത്ത് കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പുലഭ്യം പറഞ്ഞ് ഭള്ളു പറഞ്ഞ് രാഷ്ട്രീയ ആയുധം UDF-ന് കൊടുത്ത സമയത്ത് കാള പെറ്റു എന്ന് കേൾക്കെ കയറെടുത്ത് ഓടിയ UDF-കാർ അത് ഏറ്റുപിടിച്ച് കേരളത്തിലെ തെരുവുകൾ തോറും രാഷ്ട്രീയ പൊതുയോഗം നടത്തി പിണറായി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ഭള്ളു പറഞ്ഞ, വിമർശിച്ച, കുറ്റം പറഞ്ഞ UDF-കാർ കേരളത്തോട്, കേരള ജനതയോട്, നിലമ്പൂർ ജനതയോട് വിശിഷ്യ മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണെന്നാണ് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നുണ്ടല്ലോ. ഇത് PV അൻവറിന്റെ മറ്റൊരു താല്പര്യമാണ്, PV അൻവറിന്റെ വ്യക്തിപരമായ താല്പര്യമാണെന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ പക്ഷേ UDF-നെ പോലെ, വലതുപക്ഷ മുന്നണിയെ പോലെ, ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒട്ടും ഐക്യമില്ലാത്ത ആ മുന്നണിയെ പോലെ, കോൺഗ്രസിനെ പോലെ നട്ടമില്ലാത്ത അല്ലെങ്കിൽ നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, രാഷ്ട്രീയ മുന്നണിയല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ലീഡർഷിപ്പിനെ, ഞങ്ങളുടെ നേതാവിനെ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, കേരളത്തെ നയിക്കുന്ന ഈ പാർട്ടിയെ, ആ ഇടതു മുന്നണിയെ ഇല്ലാക്കഥ പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ സമയത്തും പത്രസമ്മേളനം നടത്തി, ന്യൂസ് ചാനൽ നിറഞ്ഞു നിന്ന് പത്രസമ്മേളനം നടത്തി കള്ളം പറഞ്ഞപ്പോൾ ഇല്ല, പടിക്കു പുറത്ത് കടക്ക് എന്ന് പറയാൻ ഞങ്ങൾ കരുത്ത് കാണിച്ചു. പക്ഷേ ആ കരുത്ത് ഇതുവരെ കാണിക്കാൻ UDF തയ്യാറായോ? നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇന്നേ വരെ CPI-ന്റെയോ ഇടതുപക്ഷത്തിന്റെയോ നേതാക്കന്മാർ പോലും ഒരു ദിവസം ഇത്രയധികം വാർത്താസമ്മേളനം നടത്തി വിമർശിച്ചു കാണില്ല. എന്തെല്ലാമാണ് അദ്ദേഹം പറയുന്നത്? എന്നാൽ അദ്ദേഹം വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതികരണമില്ല എന്ന് പറയാൻ VD സതീശൻ തയ്യാറാവാണ്. എന്തുകൊണ്ടാണ് VD സതീശന് മറുപടി വരാൻ കരുത്തില്ലാത്തത്? എന്തുകൊണ്ടാ ഒരു മുദ്രാവാക്യം മുന്നിക്കൊണ്ട് പോലും PV അൻവറിനെതിരെ പ്രതിഷേധിക്കാൻ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ UDF-ന്റെയോ പ്രവർത്തകർക്ക് കരുത്തു വരാത്തത്, മനസ്സ് വരാത്തത്? അവർ PV അൻവറിനെ ഭയപ്പെട്ടിരിക്കുകയാണ്. PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ ഭയപ്പെട്ടാണ് UDF നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ PV അൻവറിന്റെ പിന്തുണ വേണം എന്നുള്ള ധാരണയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ധാരണയിലിരിക്കുന്ന UDF-ന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ നേതാക്കന്മാരോട് സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്, നിങ്ങൾ PV അൻവറിന്റെയോ BJP-യുടെയോ ഈ നാട്ടിലെ അരാഷ്ട്രീയ വലതുപക്ഷ മാലിന്യങ്ങൾ എല്ലാത്തിനെയും, വർഗീയ മാലിന്യങ്ങൾ എല്ലാത്തിനെയും
കൂട്ടുപിടിച്ചാലും ശരി, നിലമ്പൂരിന്റെ മണ്ണിൽ ഇടതുപക്ഷത്തിന്റെ വിജയച്ചെങ്കൊടി വാറും. 23-ാം തീയതി എന്നുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ സഖാവ് എം സ്വരാജ് നിലമ്പൂരിന്റെ MLA ആയി സഖാവ് കുഞ്ഞാലിയുടെ പിന്മുറക്കാരനായി കേരള നിയമസഭയിലേക്ക് എത്തും. ശരി, എന്തായാലും അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.